ആർക്കും എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇല്ല പപ്പേട്ടാ, ശിവൻ. വടക്കേടത്തുനിന്ന് ഒരുപാട് ചോറുണ്ടിട്ടുള്ള ശിവൻകുട്ടി, നെല്ലിപ്പറമ്പത്തെ. എന്റെ ഗുരുവായൂരപ്പാ. നെല്ലിപ്പറമ്പത്തെ ഏതൊരു ശിവൻകുട്ടി അത്രേ. അച്ഛമ്മയ്ക്ക് അറിയോ ആരാന്ന്? നെല്ലിപ്പറമ്പത്തെ ശിവൻകുട്ടി അറിയോ? പുഴയെ ചാടി മരിച്ച രാവുണ്ണിയാരുടെയും ശാരദയുടെയും മോനോ? നാടാകെ മാറിയിരിക്കുന്നു. പക്ഷേ വടക്കേടത്ത് തറവാടും പരിസരവും ഇന്നും അതുപോലെ. ഈ ഉമ്മറത്ത് അച്ഛന്റെ ഒരു കുറവ് മാത്രം. അങ്ങാടിയിലോ കടവത്തോ കാണുമ്പോ കയ്യും പിടിച്ചോണ്ട് വരുമായിരുന്നു വടക്കേടത്തേക്ക്. വല്ലപ്പോഴും വയറ് നിറഞ്ഞിരുന്നത് അപ്പോഴാ. നാട് വിട്ട് ഓടിപ്പോയ ദിവസം ആൽത്തറയുടെ അവിടെ കണ്ടപ്പോ പറഞ്ഞെങ്കിലും ഒന്ന് തോന്നിയതാ. പറഞ്ഞാ വിടില്ല, പറഞ്ഞില്ല. ആ പപ്പേട്ടാ, ഇനിയുള്ള കാലം ഇവിടെയൊക്കെ തന്നെ കഴിയണമെന്ന് ചില ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരും ഇല്ലാത്തോനാ. ഒരു കണ്ണ് വേണേ, ഒരു ഏട്ടന്റെ കണ്ണ്. ദൈവം സഹായിച്ചിട്ട് നല്ലോണം ഇരിക്കുന്നുണ്ടല്ലോ. ഒരുപാട് വേദനിച്ച് മരിച്ച അച്ഛനമ്മമാര് ചെയ്ത സുഹൃതെന്ന് കരുതിക്കൊള്ളുക. അമ്മേ, ഇനി ഞങ്ങളുടെ എപ്പോഴും ഒരു പിടി അരി ശിവൻകുട്ടിക്കും കൂടി കരുതിക്കോളൂ കേട്ടോ. വരട്ടെ. പപ്പേട്ടാ. ഓ ശശി, നീ എന്റെ ഓഫീസിലേക്കൊക്കെ ഒന്ന് വാ. പപ്പേട്ടാ. വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ശിവനാണെന്ന്. അതിനും മാത്രം സഹിച്ചിട്ടുണ്ട് അച്ചക്കൻ. കുട്ടിയായിരുന്നപ്പോ. ഈശ്വരാധീനം. നമ്മുടെ വീട്ടിലെല്ലാവർക്കും വല്യേട്ടനോട് എന്തെങ്കിലും പറയാൻ പേടിയല്ലേ? എന്തോന്നുണ്ടല്ലോ അമ്മുന്റെ മനസ്സിൽ. അകത്തേക്കും പുറത്തേക്കും അല്ലാണ്ട് നിൽക്കണു. ഇങ്ങോട്ട് പോന്നോട്ടെ. അത് ശശിയേട്ടന് പറയാൻ പേടിയായിട്ടാ. എന്ത് കുരുത്തക്കേടാണാവോ വെച്ചു വെച്ചിരിക്കണത് നിന്റെ ശശിയേട്ടൻ. അയ്യോ പാവം, ദോഷമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ദോഷമുള്ള കാര്യമല്ലെങ്കിൽ എന്നോട് പറഞ്ഞൂടെ അമ്മുവേ? ഞാനെന്താ മനുഷ്യന്മാരെ പച്ചക്ക് തിന്നണ ആളാ? അത് ഞാൻ പറഞ്ഞു ശശിയേട്ടനോട്. ഇന്നേരം വരെ നീയും പറഞ്ഞില്ല കാര്യം എന്താണെന്ന്. അതെ, ഇന്നലെ വന്നില്ലേ നെല്ലിപ്പറമ്പത്തെ ശിവൻ? ബോംബെയില് ട്രാവൽ ഏജൻസി ഒക്കെ ഉണ്ടത്രേ. അതിന്റെ ഓഫീസ് തൃശ്ശൂരും കുറ്റിപ്പുറത്തും കോഴിക്കോടും ഒക്കെ തുടങ്ങുകയെന്ന്. അതിന് ഏതെങ്കിലും ഒരു ഓഫീസില് ശശിയേട്ടന് നല്ലൊരു ജോലി. മോൾക്കറിയില്ല, ഈ ശിവൻ നമ്മുടെ വീട്ടിലാ വളർന്നത്. നമ്മുടെ അച്ഛന്റെ ഒരു ആശ്രിതനായിരുന്നു എന്ന് പറയാം. നെല്ലിപ്പറമ്പത്തെ രാവുണ്ണിയാര് ഈ ശിവന്റെ അച്ഛൻ. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള ഒരാളാന്ന് പറഞ്ഞാൽ തന്നെ നല്ലതല്ലേ അത്? ശശിയേട്ടനാണെങ്കില് വെറുതെ നിൽക്കുന്നതിന്റെ ഒരു മടുപ്പുണ്ട്. അമ്മു പറഞ്ഞു ശശികുട്ടന് നെല്ലിപ്പറമ്പത്തെ ശിവന്റെ കൂടെ എന്തോ ഒരു ഉദ്യോഗത്തിന് പോണെന്ന്. അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? എന്തേലും ഒരു വകയും വരുമാനവും ഒക്കെ ആലോചിക്കേണ്ട പ്രായമായില്ലേ അവനും? അങ്ങനെ ഒരു വരുമാനം ഇല്ലാത്തോണ്ട് ഇവിടെ ഇപ്പൊ എന്താ ഒരു കുറവുള്ളതെന്ന്. നീ എത്തിച്ചിട്ട് ഇവിടെ ഇന്നേരം വരെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. അച്ഛനുള്ള കാലത്തെക്കാളും അന്തസ്സായിട്ടാ കഴിയണേ. പിന്നെ ഇപ്പൊ എന്തിനാ പുതിയൊരു ആലോചന എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നീ ഈ പെടാപ്പാട് പെടുന്നത് കാണുന്നില്ലേ ശശികുട്ടന്? അവനവനെ കൊണ്ടാവുന്ന ഒരു കൈസഹായം ചെയ്യണമെന്നുണ്ടാവില്ലേ ആൺകുട്ടികൾക്ക്? അതുകൊണ്ടാവും പപ്പ. ഇപ്പൊ പണവും പത്രാസൊക്കെ ഉണ്ട് വെച്ചാലും കഴിഞ്ഞ കാലവും കഥയൊക്കെ കഴുകി തുടച്ചാ പോവുമേ. എനിക്ക് സമ്മതം ചോദിക്കേണ്ട ഒരാള് ഇന്നാ ഉമ്മറ കസേരയിലില്ല. അതുകൊണ്ട് അമ്മയോട് ചോദിക്കണേ. കുടുംബത്തിന് കുറച്ചിലുണ്ടാക്കിയിട്ട് ആനക്കെടുക്കോളം പൊന്നു തരാന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ടാന്ന് പറയാനേ അറിയും. തന്നെ താന്നോനോ വരുത്തന്മാരോ ഒന്നും അല്ലല്ലോ. ഇവിടെ മണ്ടിപ്പാഞ്ഞ് നടന്നവനല്ലേ ശിവൻ. എനിക്കൊരു തെറ്റും തോന്നിയില്ല. അച്ഛന് തോന്നുമോ അമ്മേ? അച്ഛന് നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നല്ലോ ശിവൻകുട്ടി. അനിഷ്ടം ഒന്നും ഉണ്ടാവില്ല. ഓ, എന്നാലും ആയിക്കോട്ടെ, എനിക്ക് എതിർപ്പൊന്നുമില്ല.
സമ്മതിച്ചു. ഏ സത്യം പറ. ആ എന്റെ ഒരു ഒറ്റ വാക്കൊണ്ടാ വല്യേട്ടൻ സമ്മതിച്ചത്. അത് ഓർമ്മ വേണം. എനിക്ക് എന്താ വാങ്ങിത്തരാ? ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ നീ എന്തു പറയണോ ഏട്ടൻ വാങ്ങിത്തരും. ആ അമ്മേ പോയിട്ട് വാ കുട്ടാ. ഓട്ടോളെ. അച്ഛനെ മനസ്സിൽ വിചാരിക്കുക എപ്പോഴും. എനിക്ക് അച്ഛനേട്ടന് ഈ മനസ്സിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടോ എനിക്കറിയാം. ഞാൻ എവിടെയും തൂക്കില്ല. വാ. പുതിയ ആളും സ്ഥലവും നോക്കിയും കണ്ടൊക്കെ നിൽക്കണം. ആർക്കും തെറ്റായിട്ടൊന്നും പറയാൻ ഇടയുണ്ടാക്കരുത്. ഇല്ല. അച്ഛന്റെ വാച്ചാത്. കെട്ടിക്കോളൂ. വേണ്ട ഏട്ടാ, ഇത് ഏട്ടന്റെ കയ്യിൽ തന്നെയാ വേണ്ടേ. ഏട്ടൻ ഇത്തിരി സമയം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ലെന്നേ. ചെല്ല്, രാഘുവിന് മുമ്പ് അവിടെ ചെന്ന് കയറണം കേട്ടോ. പോയിട്ട് വരാം. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ വലിയ ആളായി. കണ്ടോ, ഉദ്യോഗത്തിന് പോവാ. ശിവനെ ഒന്ന് കാണായിരുന്നു. പ്ലീസ് സാർ, ഒരു ഗസ്റ്റ് ഉണ്ട്. വരാൻ പറയും. ചെന്നോളൂ. യെസ്. ആ, നീയാണോ ഗസ്റ്റ്? ഇരിക്കെ. ഇത്രയൊന്നും പ്രതീക്ഷിച്ചേയില്ല. വരണ്ടുപോയി. ശിവന്റെ ജീവിതം തന്നെ അതാ. പൂരത്തിനൊടുവിൽ ഒരു വെടിക്കെട്ടില്ലേ, മഹാദുരന്തങ്ങളുടെ പൊടിപൂരത്തിനൊടുവിൽ കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒരു വെടിക്കെട്ട്. ആ ബാലു, പ്ലീസ് കം. പിന്നെ നിനക്കിവിടെ ഇന്ന ജോലിയൊന്നൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ കാര്യങ്ങളുടെ രൂപം കിട്ടും. നിന്നെ കൊണ്ടാവുന്നതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുക. ആ, ഈ ബിസിനസിന്റെ മർമ്മം പിടികിട്ടിയാൽ പെട്ടെന്ന് നീ ഒരു പൊസിഷനിൽ വരണം. ആ ബാലു, ഇത് മിസ്റ്റർ ശശിധരൻ നായർ, എൻ്റെ ഒരു റിലേറ്റീവ്. ഹലോ. ഹലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനൊന്ന് ഫീഡ് ചെയ്യണം. ശരി. ഓക്കെ. വന്നു കയറുന്നതിന് മുമ്പ് നിന്നെ ശല്യം ചെയ്യാന്ന് വിചാരിക്കരുത്. നായരെ, ഫോർമാലിറ്റി വേണ്ട, പറയൂ. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, വാര്യത്തുണ്ണി. വീട്ടിലെ കാര്യം വലിയ കഷ്ടാ. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി. പിന്നെന്താ, ആള് മിടുക്കനായിരിക്കണം, വിശ്വസിക്കാനും പറ്റണം. കൂട്ടിയിട്ട് വാ. നമുക്ക് വേറെയും ബ്രാഞ്ച് ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും ഒക്കെ ആയിട്ട് നിൽക്കട്ടെ. അവരെ സഹായിച്ച ശിവനെ ദൈവം സഹായിക്കും. ഒരു കാലത്ത് സഹായിക്കാൻ മറന്നുപോയതുകൊണ്ടായിരിക്കും ഇന്ന് അദ്ദേഹം കൈ അയഞ്ഞ് സഹായിക്കുന്നുണ്ട്. എടുക്ക്. അല്ല, ആരാന്ന് വെച്ചിട്ടാ? ഞാനെന്ത് പറയാനാ? എടാ, ഇനി എനിക്ക് പറയാനുള്ളതൊക്കെ നിനക്കും പറയാം. എടുക്ക്. ആ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യും. ആ, അറ്റൻഡ്. ഹലോ. നീ ഇങ്ങനെ നിലന്തടാതോടല്ല എന്റെ പപ്പ. അവൻ ഇങ്ങോട്ട് എത്തിക്കോളും. സന്ധ്യക്ക് വിളക്ക് വെക്കണേന് മുമ്പ് വടക്കേടത്തെത്തുന്ന ഉദ്യോഗം മതിയെന്ന് പറഞ്ഞതാ ഞാൻ അവനോട്. അങ്ങാടിയിൽ ചങ്ങാതിമാരെ ആരെങ്കിലും കണ്ട്? അങ്ങാടിയിലെ ചങ്ങാതിമാരുടെ കാഴ്ച കാണാൻ പറ്റിയ നേരമാണല്ലോ. പോണ്ട ഇവിടുന്ന്, ഒരു ഉദ്യോഗത്തിന് പോണ്ട ഇവിടുന്ന്. വെറുതെ മനുഷ്യർക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ടാക്കാൻ. അമ്മു, ആ ടോർച്ചും കൂടെ എടുത്തോ, കടത്ത് വരുമെന്ന് പോയി നോക്കാം.
അല്ലെങ്കിൽ വേണ്ട, അതിന് കടത്തം കെട്ടി പൂട്ടി പോയിട്ടുണ്ടാവുമല്ലോ അച്യുതനും. ഉദ്യോഗക്കാരനായപ്പോ ഇവിടെ ഒരു വീടും കുടുംബവും നോക്കിയിരിക്കണവരൊക്കെ ഉണ്ടെന്നുള്ളത് മറന്നോ? പപ്പേട്ടാ, നീ ഇതിപ്പോ എവിടെന്നാ ഇവന്റെ വാലുമ കടിച്ച് ഇന്നേരത്ത്? ഞങ്ങള് ഏട്ടാ, അത് ശിവന്റെ അടുത്ത് ഞാൻ ഉണ്ണിയുടെ ജോലിക്കാരും പറഞ്ഞു. അപ്പൊ കൊണ്ടുവെല്ലാം പറഞ്ഞു. അത് ഉണ്ണിയുടെ അമ്മയെ കണ്ടു പറഞ്ഞു. അതാ വൈകി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഇതിപ്പോ എവിടെന്നത്? അത് എനിക്ക് ജോലിക്ക് പോവാനും വരാനൊക്കെ ആയിട്ട് ശിവൻ. ഓ, ഇപ്പൊ ഇതിന്റെ ഒരു കുറവേ ഉള്ളൂ ഇവിടെ. 2 ചക്ര ഇതിന്. ചില നേരത്തെ ഇവറ്റുകൾ എങ്ങനെയാ പെരുമാറുക പറയാൻ പറ്റില്ല. മനുഷ്യന്റെ സമാധാനം കെടുത്താൻ ഓരോ സൃഷ്ടികൾ ഇറങ്ങണത്. എനിക്കിത് നന്നായിട്ട് ഓടിക്കാറിയാട്ടാ. ഓ, വലിയ കാര്യമായി പോയി. നല്ലോണം ഓടിക്കാൻ അറിയാഞ്ഞിട്ടാ ഈ കണ്ട തീവണ്ടിയും വിമാനവും ഒക്കെ തലകുത്തി മറിയണത്. വടക്കേടത്തെ മുറ്റത്തേക്ക് ഈ യന്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല. ആ പുഴയൊന്ന് ചവിട്ടി കയറി ഇങ്ങോട്ട് വന്ന കാലല്ല മനസ്സ് തന്നെ വൃത്തിയാവും. പുതുമോടിക്ക് ഓരോരോ കുരുത്തക്കേടുകൾ തുടങ്ങണതേ.